മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ പീഡന കേസിൽ പ്രതി ചേർക്കണമെന്ന് മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സോളാർ കേസിലെ അതിജീവിതയോട് പറഞ്ഞു താൻ കേട്ടുവെന്ന് കെ.പി.സി.സി അംഗം സി.ആർ. നജീബിന്റെ മൊഴി. കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇ.ആർ. അർജുൻ രാജിന് മുൻപാകെയാണ് അദ്ദേഹം മൊഴി നൽകിയത്. ഗണേഷ് കുമാർ ആവശ്യപ്പെട്ട പ്രകാരം 2015 മേയിൽ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം എസ്.സി. സഞ്ജയ് ഖാനുമ പത്തനാപുരം പാർട്ടി ഓഫീസിൽ എത്തി എന്നും നജീബ് പറയുന്നു. മൊഴിയിൽ നിന്ന് യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുള്ള തനിക്ക് ഗണേഷ് കുമാറുമായി അടുപ്പമുണ്ടായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്നും പുറത്തായ ഗണേഷിനെ തിരികെ മന്ത്രിയാക്കാത്തതിലെ വിരോധം ഉമ്മൻചാണ്ടിയോട് നിലനിൽക്കുന്ന സമയത്തായിരുന്നു കൂടിക്കാഴ്ച. ഗണേഷിന് മുറിയിലെത്തിയപ്പോൾ സോളാർ കേസിലെ അതിജീവിത അവിടെ ഉണ്ടായിരുന്നു. തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടിയോട് സമ്മർദ്ദം ചെലുത്തണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അതിജീവിതയോട് ഉമ്മൻചാണ്ടിയെ കൂടി സോളാർ പീഡന കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ശരിയാകില്ല, ബാക്കിയെല്ലാം തന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. തലയാട്ടി സമ്മതിച്ച് ഓക്കെ എന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങിപ്പോയത് എന്നാണ് മൊഴി. ഭീഷണി സംബന്ധിച്ച വിഷയം പറയാൻ ഉമ്മൻചാണ്ടിയെ വിളിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. പി.എയെ വിവരം ധരിപ്പിച്ചതായും നജീബ് മൊഴി നൽകിയിരിക്കുന്നു. ഗണേഷ് കുമാറിന് വേണ്ടി അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ ഹാജരായി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. സോളാർ പീഡന കേസിലെ പരാതിക്കാരി അന്വേഷണ കമ്മീഷനിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാരോപിച്ച് അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് വിചാരണ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേസിലെ 1-ാം പ്രതി അതിജീവിതയും 2-ാം പ്രതി ഗണേഷ് കുമാറുമാണ്. പരാതിയിൽ 2 പേരുകൾ മാത്രമെന്ന് അന്നത്തെ എസ്.ഐ. സോളാർ കേസിലെ പരാതിക്കാരി എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഭീഷണി സംബന്ധിച്ച് നൽകിയ പരാതിയിൽ ഭർത്താവും അതുപോലെ തന്നെ ഒരു ചലച്ചിത്ര നടിയുടെ പേരുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് അന്നത്തെ ടൗൺ നോർത്ത് എസ്.ഐയും മറ്റൊരു സാക്ഷിയുമായ മുഹമ്മദ് നിസാർ മൊഴി നൽകി.